കല്യാണക്കാര്യം പറഞ്ഞ ഉടനെ തന്നെ ചേട്ടൻ ജോത്സ്യരെ വരുത്തി കഴിഞ്ഞു. അടുത്ത 15-ാം തീയതി നല്ല മുഹൂർത്തമാണെന്നാ ജോത്സ്യം പറഞ്ഞത്. എങ്കിൽ അന്ന് തന്നെ നടന്നോട്ടെ, ഞങ്ങളുടെ കുറ്റമൊന്നുമില്ല. ചേട്ടൻ എന്നാ ഇങ്ങോട്ട് വരുന്നത്? എല്ലാം നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് കല്യാണത്തിന് 2-3 ദിവസം മുമ്പേ വന്നാ പോരെന്നാ ചേട്ടൻ ചോദിക്കുന്നത്. ഒന്നോർത്താൽ അത് ശരിയാ. വെറുതെ എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എന്നാലിനി കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾക്ക് തുടങ്ങാമല്ലോ. പിന്നല്ലാതെ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. എന്തെല്ലാം ജോലികളാണ് തീരാനുള്ളത്. രവിക്ക് ഇപ്പോഴേ തിടുക്കം തുടങ്ങി. അവിടെ ഇരുന്ന് ക്ഷണിക്കാനുള്ളവരുടെ ഒക്കെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ശങ്കരപിള്ള അവിടെ നിന്ന്. പങ്കജേട്ടാ, അവിടെ നിന്നേ, ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ നിൽക്കണം ചേട്ടാ. പങ്കജേട്ടന്റെ കയ്യിൽ എന്തോന്നാ? നിന്റെ കണ്ണിലെന്തോന്നാ? ഇത് രവിക്കുഞ്ഞിന്റെ കല്യാണ ക്ഷണക്കത്ത. അത് ഞാൻ കൊണ്ടു നടന്ന് കൊടുക്കാൻ പോവുക. പങ്കജേട്ടാ, എല്ലാരും കല്യാണം കഴിക്കുന്നു. ഞാനിങ്ങനെ കത്തും കൊടുത്ത് നടക്കുന്നു. നമുക്കിത് പറഞ്ഞിട്ടില്ലേ പങ്കജേട്ടാ? ഏത് കല്യാണം? കാണുന്നവരോടെല്ലാം നീ ചോദിച്ചോണ്ട് നടക്കുന്നവളല്ലേ പങ്കി. പിന്നെ ഞാൻ എന്തോ പറയാനാ? പങ്കജേട്ടന്റെ അസൂയ കൊണ്ട് പറയുന്നതാ. നീ പെണ്ണായിട്ട് ജനിച്ചു, അതിന് ഞാൻ എന്തിനു അസൂയപ്പെടുന്നു? എനിക്ക് പങ്കജേട്ടനോട് ഒരു രഹസ്യം പറയാനുണ്ട്. എന്റെ പൊന്നു പങ്കി, ഞാൻ തീരെ സുഖമില്ലാതിരിക്കുകയാണ്. നിന്റെ ഒരു രഹസ്യം കിട്ടിയാൽ ഈ നാട് മുഴുവനും നടന്നു പറഞ്ഞ് ആളുകളെ കൊണ്ട് തമ്മിൽ തെളിച്ചെങ്കിലും നിനക്ക് ഉറക്കം വരികയുള്ളൂ. ഞാൻ പങ്കജേട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ചതിച്ചു ഭഗവതി. പങ്കി, ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ? നീ എന്നെ ഈശ്വരനെ വിചാരിച്ചു നീ എന്നെ സ്നേഹിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ, നിനക്ക് മോശം കിട്ടും. അമ്മായി, അമ്മായി, കഴിഞ്ഞു. കുഞ്ഞോമനുടെയും ചേട്ടന്റെയും കാര്യം ഞാനിപ്പോ ഓർമ്മിച്ചതേ ഉള്ളൂ. അതെല്ലാം അതിന്റെ സമയത്തിന് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞില്ലായിരുന്നു. രവിചേട്ടൻ എവിടെ അമ്മായി? ഞാനിവിടെ ഉണ്ടല്ലോ. രവി, എടാ രവി, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്ക്. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം എവിടം വരെയായി? ഒരുക്കങ്ങളെല്ലാം നീയല്ലേ ചെയ്യേണ്ടത്. നിന്റെ രവിചേട്ടന്റെ കല്യാണമല്ലേ? ഓ, ഞാൻ ഏറ്റിരിക്കുന്നു. ദേ നോക്കൂ അച്ഛാ, മണവാള ചെറുക്കന്റെ വരവ് കണ്ടോ? അമ്മാവൻ എപ്പോ വന്നു? ഞങ്ങൾ ഇപ്പോഴിങ്ങോട്ട് വന്നതേ ഉള്ളൂ. അല്ല, ഈ ചേട്ടൻ ആഹാരമൊന്നും കഴിക്കാറില്ലേ അമ്മായി? വല്ലാതെ ക്ഷീണിച്ചു പോയി. എനിക്ക് ക്ഷീണമൊന്നുമില്ല. അതെ അതെ, പാവം പകുതിയായിപ്പോയി. കല്യാണം അടുക്കും തോറും ആദ്യ കയറുന്നതായിരിക്കും. എന്നാലും ആ മുഖത്തിന്റെ ഒരു തിളക്കമുണ്ട് അല്ലേ അച്ഛാ? നീ അവനെ ഇട്ട് ഇങ്ങനെ വിഷമിപ്പിക്കാതെ പെണ്ണെ. സാരമില്ല ചേട്ടാ, അവള് സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ. പറഞ്ഞ പോലെ കുഞ്ഞമ്മണി കല്യാണത്തിന് വരില്ലേ? ആ, എന്തൊക്കെയായാലും രവിചേട്ടന്റെ കല്യാണത്തിന് വരുമെന്നും പറഞ്ഞ് ചേച്ചി എനിക്ക് എഴുതാറുണ്ടായിരുന്നു. ഒരു കല്യാണത്തിന് വേണ്ടി മാത്രം പേർഷ്യന്ന് വരിക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഏതായാലും ഞാൻ കത്തയച്ചിട്ടുണ്ട്. അവളെ കണ്ടിട്ട് തന്നെ എത്ര കാലമായി. ചേച്ചി ഇല്ലെങ്കിൽ എന്താ, ഞാനല്ലേ ഇവിടെ. ചേച്ചി ചെയ്യാനുള്ളത് കൂടെ അനിയത്തി ചെയ്തേക്കണം. ഏറ്റത് പറഞ്ഞില്ലേ, കല്യാണ പെണ്ണിനുള്ള സാരി ബ്ലൗസും ഒക്കെ ഞാൻ എടുത്തോളാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കും ഇപ്പോഴത്തെ ഫാഷൻ അറിഞ്ഞൂടാ. കല്യാണ സാരി വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇവിടെ ഒരാളുടെ നാണം കണ്ടോ? അപ്പൊ നീ എന്നൊന്ന് മാറാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? അവൾ എന്തെങ്കിലുമൊക്കെ പറയട്ടടാ മോനെ. ആ, മീനാക്ഷിയമ്മയുടെ വീട്ടിൽ ആരെങ്കിലും സഹായത്തിനുണ്ടോ സരസ്വതി? ഓ, ആരിയ്ക്കുന്നു, പാവം ഒറ്റയ്ക്ക് ഓടി നടക്കുക എല്ലാത്തിനും. ശരി, ഞാൻ അവിടെ വരെ പോയിട്ട് വാ മോളെ. അപ്പൊ ബാക്കി ഓലയും വിളയൊക്കെ എപ്പൊ കൊണ്ടുവരുന്നാ പറഞ്ഞേ? അതെല്ലാം കൊണ്ടുവരുന്ന ആള് പോയിട്ടുണ്ട്. മീനാക്ഷിയമ്മ ധൈര്യമായിട്ടിരിക്കെ, എല്ലാം വേണ്ടവണ്ണം നടന്നോളൂ. ഇതാര്? വരണം വരണം. ചേട്ടൻ എപ്പോ വന്നു? കുറച്ച് സമയമായി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി എന്നറിയാമല്ലോ എന്ന് വിചാരിച്ചിങ്ങോട്ട് വന്നതാ. ഏതാണ്ടൊക്കെ നടക്കുന്നുണ്ട്. എനിക്കൊരു നിശ്ചയവും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അതൊന്നും സാരമില്ല മീനാക്ഷിയമ്മ. ഇനി കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നു. അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ആട്ടെ, ഈ ക്ഷണിക്കേണ്ടവരെല്ലാം ക്ഷണിച്ചു കഴിഞ്ഞു. ഏതായാലും ആ ജോലി ഇന്നലെ കൊണ്ടാക്കി തീർത്തു. മതി, ഇനി കല്യാണം നടത്തുന്ന കാര്യമല്ലേ ഉള്ളൂ. അക്കാര്യം ഞാൻ ഒന്നുകൊണ്ടും വിഷമിക്കും. വരണം, വന്ന് കാപ്പി പിടിച്ചാട്ടെ. ശരി. രാജമ്മ അമ്പലത്തിലേക്കാണോ?
എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? എന്തിനാ അതൊക്കെ അറിയുന്നത്? അല്ല, ഞാനും അമ്പലത്തിലേക്കാണ്. നമ്മൾ രണ്ടുപേരും ഒരേ കാര്യത്തിന് തന്നെ പ്രാർത്ഥിക്കണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചതാണ്. പക്ഷേ അതാ കുഞ്ഞോമന വരുന്നു. നീ വേഗം വയ്ക്കോ, അവൾ കണ്ടാൽ നമ്മൾ രണ്ടുപേരെയും മാറും. ചേട്ടാ 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 നിൽക്കൂ ചേട്ടാ. ഒരു ദിവസം കൂടി നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ? മറ്റന്നാൾ നിങ്ങളുടെ കല്യാണമാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ ക്ഷമകേട് കാണിച്ചാലോ? ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ. അതും മനസ്സിലായി. ഏട്ടത്തിയമ്മേ, ഞാനിതെല്ലാം സന്തോഷം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. വിരോധം തോന്നല്ലേ? കുഞ്ഞോമൻ എന്തു പറഞ്ഞാലും എനിക്ക് വിരോധം തോന്നുമോ? അതെനിക്കറിയാം. എന്റെ ചേട്ടൻ ഇതിനേക്കാൾ നല്ലൊരു ഭാര്യയും ഏട്ടത്തിയമ്മയ്ക്ക് ഇതിനേക്കാൾ നല്ലൊരു ഭർത്താവിനെയും കിട്ടുകയില്ല. എന്റെ മംഗളാശംസകൾ. ആ പൂച്ചട്ടി ഇവിടെ വെക്കും. വേടോ, അത് അങ്ങോട്ട് കൊണ്ടുപോകും. അല്ല, ഇതാരും മേനോ? വരണം വരണം, ഇരിക്കണം. വിവാഹത്തിന് ശ്രമിക്കാൻ വന്നാ ഇരിക്കോ? മീനാക്ഷമ്മേ, പന്തലൊക്കെ അസലായിട്ടുണ്ട് കേട്ടോ മീനാക്ഷമ്മേ. പങ്കി കാപ്പി കൊണ്ടുവാ. 10 പലതും ഉണ്ടോ മേനോനെ? ഒറ്റ മകളല്ലേ, എല്ലാം ഭംഗിയായിരിക്കട്ടെ എന്ന് കരുതി. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വിവാഹം നാളെ തന്നെ നടത്താൻ തീരുമാനിച്ചോ? ആ, അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വിവാഹം കഴിഞ്ഞാൽ ഈ ചെറുക്കനും പെണ്ണും എവിടാ താമസിക്കുക? കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ താമസിക്കും. അതല്ലേ പതിവ്. അതിന് ചെറുക്കന് വീടുണ്ടായിട്ട് വേണ്ടേ? വീടെവിടെ പോയി? എന്താ വടക്കുന്നതാ? മീനാക്ഷി അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അവിടെ ജപ്പതി നടക്കണു. എവിടെ? ആ രവിയുടെ വീടും പറമ്പൊക്കെ കടക്കാറ് ജപ്പതിയില്. ജപ്പതിയോ? ചതിച്ചോ ഭഗവാൻ, ഇത് നേരാണോ മേനോനെ പറയുന്നത്? നുണ പറയാനുള്ള കാര്യമാണോ ഇത്? ഞാനിപ്പോ അവിടെ നിന്ന് വരില്ലേ? പങ്കയും കോപിച്ചു. വലിയ ഇഡ്ഡലിപ്പാത്രം ഒന്ന്, ചെമ്പുകരം ഇടത്തരം 2, അല്ലല്ല 3, സ്റ്റീൽപാത്രം 2, നിലവിളക്ക് 1, കളിപ്പാത്രങ്ങൾ 13. ചില്ലിട്ട ഫോട്ടോ 6. നാളെ എന്റെ മകന്റെ കല്യാണമാണ്. അത് കഴിഞ്ഞിട്ട് ഈ കടുങ്കൈ ചെയ്താൽ പോരായിരുന്നു. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. നിയമപ്രകാരം ഈ വീടും പറമ്പും എല്ലാം ജപ്തി ചെയ്തിരിക്കുക. ഇനി നിങ്ങൾ ഇവിടെ നിറഞ്ഞു കൊടുക്കണം. ദൈവമേ, ഇവിടെ നിറഞ്ഞിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? അമ്മേ, അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ, കൂടുതൽ വേദനിച്ചുകൂടാ. ഏതായാലും നിങ്ങൾ സമർത്ഥനാണ് പണിക്കരെ. ഇത്രയും രഹസ്യമായി ഈ സന്ദർഭത്തിൽ തന്നെ ഇത് സാധിച്ചെടുത്ത നിങ്ങൾ തീർച്ചയായും സമർത്ഥനാണ്. എന്തിനധികം സംസാരിക്കുന്നു? എന്റെ പണം ഇങ്ങനെ ഒന്നേക്ക്. എനിക്ക് നിങ്ങളെ എവിടെ നിന്ന് ഇറക്കി വിടണമെന്ന യാതൊരു നിർബന്ധവുമില്ല. ഉടനെ തന്നു തീർക്കാൻ കഴിയാത്തത്ര വലിയ തുക ആയതുകൊണ്ട് ഇവിടെ നിറങ്ങിയ നിവൃത്തിയുള്ളൂ. പക്ഷേ ഇപ്പൊ ഇത് വേണമായിരുന്നോ പണിക്കരെ? ദൈവമേ, എന്താ ഇത്? ദൈവം ഞങ്ങളെ ചതിച്ചു മീനാക്ഷമ്മ. ഞാനിത് കരുതിയിരുന്നില്ല. ഇത് സാരമില്ല, കേസ് നമ്മൾ അപ്പീൽ കൊടുത്തു. പക്ഷേ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ. ഇനിയിപ്പൊ കല്യാണത്തിന്റെ കാര്യം എങ്ങനാ? കല്യാണത്തിനെന്താ, വീടും പറമ്പുമല്ലേ ജപ്തി ചെയ്തിട്ടുള്ളൂ, മനുഷ്യരെ ജപ്തി ചെയ്തിട്ടില്ലല്ലോ. മീനാക്ഷിയമ്മ എന്താ ആലോചിക്കുന്നത്? തൽക്കാലം ഇവരൊരു വാടക വീട്ടിൽ താമസിക്കും. ഏതായാലും കല്യാണം നടക്കും.